അദ്ദേഹത്തിന് പ്രത്യേകത മറ്റു പണ്ഡിതന്മാരെ പോലെയല്ല. അഥവാ അദ്ദേഹം ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ആളാണ്. പഴയ കാലങ്ങളിൽ ഇങ്ങനെ സമ്പത്തുള്ള കുടുംബത്തിൽ ജനിച്ചവർ ഓതാൻ പോവൽ കുറവാണ്. എന്തുകൊണ്ട്? അന്നൊക്കെ സാധാരണ ദറസിൽ ഭക്ഷണം കഴിക്കാനൊക്കെ വീടുകളിലേക്കാണ് പോകുന്നത്. ആ വീട്ടിലേക്ക് പോകാൻ മടിയായതുകൊണ്ടായിരിക്കാം ആ കാലങ്ങളിലൊന്നും അധികം സമ്പത്തുള്ളവരാരും ഓതാൻ പോവില്ല. സമ്പത്തില്ലാത്തവരാണ് ഓതാൻ പോവുകയുള്ളൂ. ഇപ്പോൾ പിന്നെ കാൻഡിങ് സംവിധാനം വന്നതുകൊണ്ട് എല്ലാവരും ഓതാൻ പോകുന്നുണ്ട്. ഏതാവട്ടെ, അദ്ദേഹത്തിന് കുടുംബത്തിൽ പണ്ഡിതന്മാർ കുറവാണ്. അദ്ദേഹമായിരുന്നു ആ കുടുംബത്തിലെ എല്ലാ വിഷയങ്ങളും അദ്ദേഹമാണ് നിയന്ത്രിച്ചിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം വഫാത്തായത് മുഹരിമായിട്ടാണ്. മുഹരിമായി വഫാത്തായാൽ ഇഹ്റാം എന്നുള്ളത് വഫാത്ത് കൊണ്ട് മുറിയുന്നതല്ല. മറ്റ് നിസ്കാരം, നോമ്പ്, നിസ്കാരത്തിൽ മരിച്ചാൽ ആ നിസ്കാരം ബാത്തിലായി. ഇഹ്റാം അങ്ങനെയല്ലല്ലോ. റസൂലുള്ളാഹി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളോടുകൂടെ അറഫാത്തിൽ പങ്കെടുത്തൊരു സഹാബി ഒട്ടകപ്പുറത്ത് നിന്ന് വീണ് മരണപ്പെട്ടപ്പോൾ എന്ന് പറയുകയുണ്ടായി, നിങ്ങൾ അദ്ദേഹത്തെ കഫൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ തല മറക്കരുത്. ഫൈനോ യുബഅസു യൗമൽ ഖിയാമത്തി മുലബ്ബിയ. അദ്ദേഹത്തിന് യൗമുൽ ഖിയാമത്തിൽ തെൽബീയത്തിൽ നിന്ന് ആളായിട്ടാണ് യാത്രയാക്കപ്പെടുക. അപ്പോൾ ഇഹ്റാം മുറിയില. ഇഹ്റാമിൽ വഫാത്തായാൽ അവർ യൗമുൽ ഖിയാമത്തിൽ ഇഹ്റാമിലായിട്ടാണ് വരിക. ആ ഒരു പ്രത്യേകത അദ്ദേഹത്തിന് അള്ളാഹു നൽകിയിട്ടുണ്ട്. ഏതായാലും അദ്ദേഹം